ബദലാവ് ജരൂരി ഹേ, മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെപ്റ്റംബർ 1 ഡൽഹിയിൽ ഒരു വലിയ ജനമുന്നേറ്റം സംഘടിപ്പിക്കുകയാണ്. 1,00,000 പേർ അവിടെ പങ്കെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമായി 1,00,000 മനുഷ്യർ പങ്കെടുക്കും ആ റാലിയിൽ. അതിൻ്റെ ഭാഗമായി തെക്കേ കോണിലെ ഈ കേരളത്തിൽ നിന്ന് ഒരു പ്രത്യേക ട്രെയിനിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകാൻ തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനം മാറുകയാണ്. ആ തീരുമാനം മാറ്റപ്പെടുകയാണ്. 20 ബോഗികൾ അടങ്ങുന്ന ഒരു ബോഗികൾ അടങ്ങുന്ന ഒരു പ്രത്യേക ട്രെയിൻ പാർട്ടി ബുക്ക് ചെയ്തു. അഡ്വാൻസായി റെയിൽവേക്ക് 10 ലക്ഷം രൂപ പാർട്ടി അടച്ചു കഴിഞ്ഞു. ബാക്കി എല്ലാവരുടെയും പണം അടയ്ക്കാൻ വേണ്ടിയുള്ള പണം ഇവിടെ എത്തി. ഇന്നലെയും ഇന്നുമായി ആ പണമെല്ലാം റെയിൽവേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം നടക്കവേ ഇന്നലെ അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. ഗവൺമെൻറ് റെയിൽവേ അത് റദ്ദാക്കിയെന്ന്. ആ പ്രത്യേക ട്രെയിൻ അടച്ച 10 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം തന്നെ ബാങ്കിലേക്ക് വന്നു. ബാങ്ക് പറഞ്ഞു ഏതോ ഒരു അക്കൗണ്ടിൽ നിന്ന് CPI അക്കൗണ്ടിലേക്ക് ഇത്രയും സംഖ്യ വന്നിരിക്കുന്നു, 10 lakhs rupees എന്നറിയിച്ചിരുന്നു. അന്വേഷിച്ചപ്പോൾ അത് IRCTCയുടെ ഏജൻസിയാണത്രേ. റെയിൽവേയുടെ ഇത്തരം പ്രത്യേക ബുക്കിംഗ് നടക്കുന്നത് IRCTC മുഖേനയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നീക്കുന്ന വഴിക്ക് തന്നെയാണ്. ഇവിടുന്ന് പാർട്ടി സംസ്ഥാന കൗൺസിൽ ഓഫീസും ഡൽഹിയിൽ CPI നേതാക്കളായിട്ടുള്ള സന്തോഷ് കുമാറും സുനീറും നേരിട്ടും എല്ലാം ഈ ദിവസങ്ങളിലെല്ലാം ഇടപെടുകയായിരുന്നു. അപ്പോഴെല്ലാം ഒരു സൂചന പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം നീങ്ങവേ എവിടെയെല്ലാം ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടാകും, എത്ര മിനിറ്റ് ആയിരിക്കും സ്റ്റോപ്പ്, എവിടെയെല്ലാം വെള്ളം നിറയ്ക്കാൻ നിർത്തും, ഇതെല്ലാം ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചർച്ചകളെല്ലാം പുരോഗമിക്കവെയാണ് പെട്ടെന്ന് വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ വന്നു. 3 ദിവസമായിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. അപ്പോൾ തന്നെ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു റദ്ദാക്കൽ അവർ അറിയിച്ചിട്ടേ ഇല്ല, സൂചന പോലും ഉണ്ടായിട്ടേ ഇല്ല. കാരണം എന്തായിരിക്കും? ഞങ്ങൾ നോക്കിയിട്ട് ഗവൺമെൻറ് ജനങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി ഒരു മാർച്ച് നടത്താനുള്ള CPIയുടെ നീക്കത്തെ ഈ ഒരു വഴിയിൽ കൂടി അവർ തടയാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ സ്ഥിതിയെപ്പറ്റി ചർച്ച ചെയ്തു. ഞങ്ങളുടെ തീരുമാനം മുന്നോട്ട് പോകാനാണ്, പുറകോട്ട് പോകാനല്ല. സാധ്യമായ എല്ലാ വഴിയിൽ കൂടിയും കേരളത്തിലെ CPI സഖാക്കൾ ഡൽഹിയിലേക്ക് എത്തും. സാധാരണ പോകുന്ന യാത്രാ ട്രെയിനുകളിലെ അവൈലബിൾ ബർത്തുകൾ അല്ലെങ്കിൽ ബസ്സുകൾ, ചിലപ്പോൾ 2-3 പേരുടെ പണം ഒന്നിച്ചെടുത്തുകൊണ്ട് ഫ്ലൈറ്റുകളിൽ എല്ലാമായിട്ട് അവിടെ എത്താനുള്ള ശ്രമത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ശ്രമത്തിൽ എല്ലാ ജില്ലകളിലെയും പാർട്ടി ഘടകങ്ങൾ നല്ലവണ്ണം ഇൻവോൾവാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ ജില്ലകളിലും സഖാക്കൾ ആ കാര്യത്തിൽ കാണിക്കുന്ന ആവേശവും വാശിയും എടുത്തു പറയട്ടെ. ഈ ഒരു കാര്യത്തിലുള്ള പ്രതിഷേധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുമ്പിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരം മാർഗത്തിലൂടെ സർക്കാർ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നാളെ വൈകുന്നേരം എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട തീവണ്ടി സ്റ്റേഷനുകളിലേക്ക്
കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരുടെ പ്രതിഷേധ മാർച്ചുണ്ടായിരിക്കും നാളെ വൈകുന്നേരം. റെയിൽവേ സ്റ്റേഷനിലുള്ള എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലേക്കും, റെയിൽവേ ഇല്ലാത്ത വയനാട്ടിലും ഇടുക്കിയിലും പ്രധാനപ്പെട്ട സിറ്റി സെൻറ്റേഴ്സിലും ഈ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. 1-ാം തീയതി ഡൽഹിയിൽ ഈ മാർച്ച് നടക്കും. മാർച്ചിലൊട്ടും ആവേശം കുറയാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഈയൊരു എതിർപ്പിൻ്റെ ഫലമായി എണ്ണം കൂടിയാലും അത്ഭുതം വേണ്ട. ബീഹാറിലെ, UP-യിലെ, മഹാരാഷ്ട്രയിലെ, പഞ്ചാബിലെ എല്ലാ സഖാക്കളും അറിയിക്കുന്നത് വളരെ ആവേശപൂർവ്വം അവിടെയുള്ള പാർട്ടി സഖാക്കൾ ഘടകങ്ങളും ഈ ബദലാവ് ജരൂരി ഹെ, ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റ് ദില്ലി ചലോ മാർച്ചിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നാണ്. അതുകൊണ്ട് ഈ നീക്കത്തിലൂടെ ജനങ്ങളെ തോൽപ്പിക്കാൻ ഗവൺമെൻറ്റിനാവില്ല. ജനങ്ങൾ ജയിക്കും. അതുപോലെ തന്നെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉണ്ട്. തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്ര, അവിടുത്തെ പാർട്ടി കമ്മിറ്റികളും കേരളം പോലെ തന്നെ പ്രത്യേക ട്രെയിൻ ബുക്ക് ചെയ്തവരാണ്. അവർക്കും ഇതേ അനുഭവം ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ അവർക്കും അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. അവരുടെ അഡ്വാൻസ് സംഖ്യ തിരിച്ചയക്കുന്നു, അവരുടെ ഫീസ് റദ്ദാക്കുന്നുവെന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. അപ്പം ന്യായം എന്ത് പറഞ്ഞാലും രാഷ്ട്രീയമാണ് കാരണം. ആ കാരണം എല്ലാവർക്കും വേഗം ബോധ്യപ്പെടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സ്ഥിതിയെപ്പറ്റി ആലോചിച്ചു, ചർച്ച ചെയ്തു. ഞങ്ങളുടെ തീരുമാനം ഇതായിരിക്കും, മുമ്പോട്ട് പോകും, എല്ലാ വഴിക്കും പോകും. അല്ല, അതൊക്കെ പറയട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ ബന്ധപ്പെട്ടത് അവർ പറഞ്ഞ ചാനലിൽ കൂടിയാണ്. റെയിൽവേ പറഞ്ഞത് ബുക്ക് ചെയ്യേണ്ടത് IRCTC മുഖേനയാണെന്നാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തത് ആ വഴിക്കാണ്. ഞങ്ങളോട് നിരന്തരമായിട്ട് അവരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ടിക്കറ്റല്ല, പണത്തിൻ്റെ അവരാവശ്യപ്പെട്ട പ്രകാരം അവർ ആവശ്യപ്പെട്ടത് അഡ്വാൻസ് ആയിട്ട് 9 ലക്ഷം അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് 10 ലക്ഷം അടച്ചു കഴിഞ്ഞു. അത് തിരിച്ചു വന്നു. ഞങ്ങൾ ടെലിഫോൺ മുഖേന എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും, ഫ്രം ടോപ്പ് ടു ബോട്ടം എല്ലാവരെയും. നിയമപരമായിട്ട് മനസ്സിലാക്കുന്ന ഏത് കോൺട്രാക്റ്റിലും അവർക്കൊരു മേൽക്കൈയുണ്ട്. ദേ ഹാവ് ദ റൈറ്റ് ടു ഗോ ബാക്ക്. ഇത് ന്യായം പറഞ്ഞാൽ മതി. ആ വഴിക്ക് നോക്കാൻ ഒരു ചാൻസ് ഇല്ല. ഇത് രാഷ്ട്രീയമാണിത്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. CPIക്ക് പ്രത്യേകം മനസ്സിലാവും. ഒരു 3 ദിവസം വരെ ഒരു സംശയം ഉണ്ടാകാതെ മുമ്പോട്ട് പോയതായിരുന്നു. എഴുത്തുകുത്തുകളും കാര്യങ്ങളുമൊക്കെ സ്മൂത്തായിരുന്നു. നിർത്തേണ്ട സ്റ്റോപ്പുകളുടെ എണ്ണത്തെ പറ്റിയുള്ള ചർച്ച നടന്നിരുന്നു. 2 മിനിറ്റ് നിർത്തും ഫുഡ് എടുക്കാൻ വേണ്ടി ആണെങ്കിൽ ഫുഡ് എടുക്കാനും വെള്ളം നിറയ്ക്കാനുള്ള സന്ദേശം ഇതൊക്കെ ആയിരിക്കും. അവിടെ നിർത്തുന്നത് 15 മിനിറ്റ് ആയിരിക്കും. ബാക്കി എല്ലായിടത്തും 2 മിനിറ്റ് ആയിരിക്കും. ഇതൊക്കെ അറിയിച്ചിരുന്നു. മൊത്തം റൂട്ട് അയച്ചു തന്നു. ഡൽഹി വരെ റൂട്ട് അയച്ചു തന്നു, ടു ആൻഡ് ഫ്രോ. അതെല്ലാം സ്മൂത്തായിരുന്നു. സാരമില്ല, രാഷ്ട്രീയം നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടി പതറിപ്പോവില്ല. ഈ പാർട്ടിക്ക് പോരാട്ടം പുത്തരിയുമല്ല. അതുകൊണ്ട് പതറാതെ മുന്നോട്ട് പോകും CPI. ചിലപ്പോൾ പ്രത്യേക ട്രെയിൻ മുഖേന എത്തുമെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയതിനേക്കാൾ ഏറെ സഖാക്കൾ എത്തിയേക്കാം. അത്ര വാശിയുള്ള സഖാക്കളിപ്പോൾ. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. CPIയുടെ നിലപാടെന്ന് വ്യക്തമായിരുന്നു. LDF യോഗം ചേരേണ്ടതില്ല എന്ന് CPI പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തർക്കം തീരാതെ LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നാൽ അത് ഉചിതമല്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പാർലമെൻ്ററി പാർട്ടി യോഗം വേറെ, LDF യോഗം വേറെ. LDF യോഗം ചേരണമെന്നും LDFൻ്റെ കൂട്ടായ്മ വേണമെന്നും എല്ലാവരെയും പോലെ തന്നെ നിർബന്ധം CPIക്കുമുണ്ട്. ഇതിനിടയിൽ CPI തന്നെയാണ് മുൻകൈ എടുത്ത് പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം വെട്ടിച്ചുരുക്കിയപ്പോൾ ഒറ്റക്കൊറ്റക്കല്ല സമരം വേണ്ടതെന്ന് പറഞ്ഞതും LDF ആയിട്ട് പറഞ്ഞത് CPI ആണ്. LDF രാഷ്ട്രീയത്തിൻ്റെ ശരിയും ശക്തിയുമെല്ലാം CPIക്ക് അറിയാം. അതുകൊണ്ടാണ് CPI പറഞ്ഞത് LDFിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടക പാർട്ടിയായ CPIക്ക്
അസംബ്ലിയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടതും ആ കാരണം കൊണ്ടാണ്. ഇല്ല, ചർച്ച വന്നാൽ ഞങ്ങളുടെ ബന്ധം നല്ല ബന്ധമാണ്. LDF ഓരോ പാർട്ടിയോടും CPIക്ക് ഉറ്റ ബന്ധമുണ്ട്, ഓരോ പാർട്ടിയോടും. ആ ബന്ധമെല്ലാം CPIക്ക് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. CPIക്ക് LDF രാഷ്ട്രീയം നല്ലവണ്ണം അറിയാം. CPIക്ക് LDF എന്നാൽ എന്താണെന്നും അറിയാം.